എനിക്ക് തോന്നി അത് കണ്ട് ഇൻസ്പയർ ആകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അത് ആവരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു മാരീഡ് റിലേഷൻഷിപ്പ് ഈവൻ അബ്യൂസീവ് ആയാൽ പോലും അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിന്ന് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഷ്യൂസ് തകർന്നു പോയി ഒരു വയലന്റ് ആൻഡ് എപ്പോഴും ഔട്ട്ബേഴ്സ് ഉള്ള എപ്പോഴും പേടിച്ചറിണ്ടിരിക്കും സമൂഹം എന്ത് പറയും, മനുഷ്യനെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര എളുപ്പമുള്ള കാര്യമല്ലേ. ഒരു പെർവേഴ്സീവ് അല്ലെങ്കിൽ ക്രീപ്പി ബിഹേവിയർ ആണെന്ന് അവർക്ക് ഇൻസൾട്ട് കിട്ടേണ്ടതാണ് ബിക്കോസ് ഓഫ് ഹെർ ഡ്രസ്സിങ്. Everyone, welcome back to another topic discussions. അപ്പോൾ നമുക്കെല്ലാം അറിയാം, മാർച്ച് 8 എന്ന് പറഞ്ഞ വിമൻസ് ഡേ ആയിട്ട് ലോകമെമ്പാടും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ആൻഡ് ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിസ്കഷൻസ് കണ്ടു. പലത് വളരെ നല്ലതായിട്ട് തോന്നി, ചിലത് അത്രയ്ക്ക് നല്ലതായിട്ട് തോന്നിയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ലുക്ക് ഫോർവേഡ് ടു ചെയ്യുന്ന, ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്ന, ഇഷ്ടപ്പെടുന്ന ചില ആളുകളുടെ ചില കമൻറ്റ്സ് എന്തോ ഒരു യോജിക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് അവരൊരു തെറ്റായ മെസ്സേജ് സമൂഹത്തിലുള്ള സ്ത്രീകൾക്കും കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പോൾ അതിൽ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും അഡ്മയർ ചെയ്യുകയും ചെയ്യുന്ന രണ്ട് TV ആൻഡ് സിനിമാ താരങ്ങളായിട്ടുള്ള വ്യക്തിത്വങ്ങളുടെ ഡിസ്കഷൻസ് എനിക്ക് എന്തോ അതിനോട് യോജിക്കാൻ കഴിഞ്ഞില്ല. ആൻഡ് എനിക്ക് തോന്നി അത് കണ്ട് ഇൻസ്പയർ ആകുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കാം. അത് ആവരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഓക്കെ, ആൻഡ് ഞാൻ ചിലപ്പോൾ ആ സ്ക്രീൻഷോട്ട് ഇവിടെ വെക്കാം, ചിലപ്പോൾ വെക്കില്ല. എനിക്ക് അപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യും വെക്കണോ വെക്കണ്ടേ എന്നുള്ളത്. എഡിറ്റിങ്ങുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ വെക്കുന്നതായിരിക്കും. അപ്പോൾ ഈ രണ്ട് ചർച്ചകളിലും ഞാൻ കണ്ടത് എന്താണെന്നാൽ, നമ്മൾ ഒരുപാട് അഡ്മയർ ചെയ്യുന്ന രണ്ട് വ്യക്തികൾ പറയുന്ന കാര്യങ്ങൾ ഒട്ടും യോജിക്കാൻ പറ്റാത്തതായതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ വ്യക്തിത്വം തമിഴ്നാട്ടിൽ നിന്നാണ്. ആൻഡ് അവർ പറയുന്നത് എന്താണെന്നാൽ, അവരുടെ അല്ലെങ്കിൽ ജനറേഷനിലുള്ളവർ അല്ലെങ്കിൽ അവരുടെ മുന്നേത്തെ ജനറേഷനിലുള്ളവരെല്ലാം ഒരു മാരീഡ് റിലേഷൻഷിപ്പ് ഈവൻ അബ്യൂസീവ് ആയാൽ പോലും അതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിന്ന് അവരെ മാറ്റിയെടുക്കണം, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വെച്ചിട്ടാണ് മാരേജസിനെ എല്ലാം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആൻഡ് അതിനോട് അവരത് യോജിക്കുന്നു എന്നൊക്കെ പറയുന്നതായിട്ട് കണ്ടു. ആൻഡ് ഓപ്പൺലി ഒരു ഇൻ്റർവ്യൂവിലാണ് അവർ ഇത് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് കൊടുക്കുന്നത് സമൂഹത്തിന് അല്ലെങ്കിൽ കേൾക്കുന്നവരിലുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്കെല്ലാം അതൊരു റോങ് മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. ഒരിക്കലും ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് നമ്മുടെ ലോ പോലും സ്റ്റിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ലോ തന്നെ സ്ട്രിക്ട്ലി നമ്മുടെ രാജ്യത്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അബ്യൂസീവ്, ഫിസിക്കലി അബ്യൂസീവ്, മെൻ്റലി ആൻഡ് ഇമോഷണലി അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്സ് നിങ്ങൾക്ക് ചുറ്റുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് എന്താണെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ അവിടെ തന്നെ കടിച്ചു തൂങ്ങി അവർ ശരിയാവും, അവർ നന്നാവും എന്നൊക്കെ വിചാരിച്ച് നിങ്ങളുടെ ലൈഫും അവരുടെ ലൈഫും സ്പോയിൽ ചെയ്യാതെ ഇരിക്കുക. പിന്നെ ഇങ്ങനെ ഒരു വയലന്റ് ആൻഡ് അബ്യൂസീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ വളർന്നു വരുന്ന കുട്ടികൾക്കും അതൊരു നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് സോഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ളവർ തന്നെ ഇത് പറയുന്നത്. ഒരിക്കലും ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ തുടരാതെ ഇരിക്കുക. കാരണം അതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനമില്ല. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊരു ഫാമിലിനെ ബിൽഡ് ചെയ്യാൻ നോക്കുകയാണെന്ന്. ഒരു അബ്യൂസീവ് റിലേഷൻഷിപ്പിൽ ഇരുന്നു കൊണ്ട് ആർക്കാണ് അതിൻ്റെ ഒരു പ്രയോജനം ഉള്ളത്? നിങ്ങൾ സഫർ ചെയ്യുന്നു, നിങ്ങളുടെ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഇഷ്യൂസ് തകർന്നു പോയിട്ട് ഒരു ഫാമിലി എങ്ങനെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഹെൽത്തി, മെൻ്റലി ആൻഡ് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ഹെൽത്തി ആയിട്ടിരുന്നാലും നിങ്ങളുടെ പാർട്ട്ണറും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവരും ഹെൽത്തി ആയിട്ടിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആൻഡ് ഹെൽത്തി ഫാമിലി ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു വയലന്റ് ആൻഡ് എപ്പോഴും ഔട്ട്ബേഴ്സ് ഉള്ള, എപ്പോഴും പേടിച്ചറിണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഒട്ടും സേഫ് അല്ലാത്ത ഒരു എൻവയൺമെന്റിൽ ഇരുന്നു കൊണ്ട് ആർക്കും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഔട്ട്കം ആർക്കും അതിൽ നിന്ന് ലഭിക്കാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്ന. അതിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? അതിനെക്കുറിച്ച് പഠിച്ച് നല്ല വിവരവും അതിനെക്കുറിച്ച് നല്ല അറിവും വിവേകവും ഉള്ള ആളുകളാണ് ഇതിനൊക്കെയുള്ള കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ അതിനെക്കുറിച്ച്
ഇതിനെക്കുറിച്ച് ഒരുപാട് സ്റ്റഡി നടത്തിയത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ളത്. ഇങ്ങനെ ഒരു അബ്യൂസീവ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലോ എൻവയൺമെൻറ്റിലോ ഒരിക്കലും കണ്ടിന്യൂ ചെയ്യാതെ ഇരിക്കുക. ഇമീഡിയറ്റ്ലി നിങ്ങൾ അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ട് മുന്നോട്ട് പോകുക. എന്താണ് ലോ പറയുന്നത്, എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കൺട്രി അല്ലെങ്കിൽ സ്റ്റേറ്റ് പറയുന്നത്, അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകുക. അല്ലാതെ അയ്യോ സമൂഹം എന്ത് പറയും, ഞാൻ അയാളെ മാറ്റിയെടുക്കാം, ആരെയും ആർക്കും മാറ്റിയെടുക്കാൻ കഴിയില്ല. അവരവർ തന്നെ വിചാരിക്കണം അവർക്ക് മാറണോ വേണ്ടയോ എന്നുള്ളത്. ആൻഡ് സർക്കംസ്റ്റാൻസസ് കൊണ്ട് മാറിയവരുണ്ടായിരിക്കാം, അല്ലാതെ ഒരാൾ കാരണം മാറുന്നതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകളോടാണ് എനിക്ക് പറയാനുള്ളത്. അബ്യൂസീവ് ആയിട്ടുള്ള, നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത, നമ്മളെ കേൾക്കാത്ത, നിങ്ങൾക്കൊട്ടും കംഫർട്ടബിൾ അല്ലാത്ത സിറ്റുവേഷൻസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്സിലോ അല്ലെങ്കിൽ മാരേജിലോ ഒക്കെ ആണെങ്കിൽ ദയവ് ചെയ്ത് അതിൽ കണ്ടിന്യൂ ചെയ്യാതിരിക്കുക. നിങ്ങൾക്കും അത് നല്ലതല്ല, നിങ്ങളുടെ പാർട്ട്ണർക്കും നല്ലതല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫാമിലിക്കും നിങ്ങളെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകൾക്കും ഒട്ടും നല്ലതോ ഹെൽത്തി ആയിട്ടുള്ളോ ഒരു സിറ്റുവേഷൻ അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തേക്ക് വരിക. അല്ലാതെ അതിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അവരെ മാറ്റിയെടുക്കാൻ പറ്റും. നിങ്ങൾ മാറ്റിയെടുക്കാനുള്ള ഒരു കോഴ്സൊന്നുമല്ലല്ലോ ജീവിതത്തിൽ പഠിച്ചിരിക്കുന്നത്. എൻ്റെ അറിവിൽ എനിക്കറിയില്ല മറ്റൊരാളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും കോഴ്സസ് ഉണ്ടോ. എൻ്റെ അറിവിൽ എനിക്കറിയില്ല. ഒരു മനുഷ്യനെ അങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ എത്ര എളുപ്പമുള്ള കാര്യമല്ലേ. നമുക്ക് ഓരോരുത്തരെയും മാറ്റിയെടുക്കാൻ പറ്റും. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ചുറ്റുമുള്ളവരെ മാറ്റിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും വിദ്യ ഉണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എൻ്റെ അറിവിൽ അങ്ങനെ ഒരു വിദ്യ അവൈലബിൾ ഇല്ല ടിൽ നൗ. അപ്പോൾ നമുക്ക് ചുറ്റുമുള്ള അവരെങ്ങനെയാണോ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അതൊരു ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തോട്ട് വരിക. ആ ആളുകൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കാനും ഒക്കെ നമ്മൾ അവരെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നത്. അപ്പോൾ അത് അനുസരിച്ച് ജീവിക്കാൻ നോക്കുക. പിന്നെ സെക്കൻഡ് ഇൻസിഡൻറ്റ്, എഗെയിൻ ഞാൻ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ്. അത് കേരളത്തിൽ നിന്നാണ് ഇവർ പറയുന്നതായിട്ട് ഞാൻ കേട്ടത്. അതായത് വേറെ ഒരാളുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ടാണ് ഇവർ പറയുന്നത്. എഗെയിൻ ഈ ടോപ്പിക്ക് ഞാൻ ഒരുപാട് മുന്നേ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നതല്ല മറ്റുള്ളവരുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ ഒരു ഡെഫിനിഷൻ കൊടുക്കുന്നത്. ഒരാളുടെ ഡ്രസ്സിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ അവരെ ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നത് ഒട്ടും ശരിയായിട്ടുള്ള പ്രവണതയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾ തന്നെ അത് പറയുന്നത് ഒട്ടും സമ്മതിച്ചു തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എൻ്റെ അറിവിനനുസരിച്ച് നമ്മുടെ രാജ്യത്ത് ആർക്കും എന്ത് രീതിയിൽ അവർക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന രീതിയിൽ ഡ്രസ് ചെയ്യാൻ അനുവാദമുള്ള ഒരു രാജ്യമാണ്. ഇനി അഥവാ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവരാൻ പോകുന്നുണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു മനുഷ്യ ഡെവലപ്മെൻറ്റൽ ആകുന്ന ഒരു സിറ്റുവേഷനായിട്ട് ഞാൻ അതിനെ കൺസിഡർ ചെയ്യുന്നില്ല. അത് നമ്മൾ പിന്നോട്ട് പോകുന്ന മനുഷ്യരെന്ന രീതിയിൽ പിന്നോട്ട് പോകുന്ന ഒരു ചിന്താഗതി ആയിട്ട് മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരാൾ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളതെല്ലാം പേഴ്സണൽ ചോയ്സസ് ആണ്. അതിനുള്ള ഒരു ഫ്രീഡം പോലും ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ഒട്ടും കൺസ്ട്രക്റ്റീവ് എന്താണ് വളരെ റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആൻഡ് സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സൊസൈറ്റി ആയിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എപ്പോഴും ഒരു റിസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് പുറമേക്ക് കുറേയൊക്കെ ഓക്കെ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. പക്ഷെ ഉള്ളിൽ അത് പോകെ ഒരുപാട് പൊട്ടിത്തെറികളിലേക്ക് നയിക്കുന്നതായിട്ടാണ് ഹിസ്റ്ററി നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കണ്ടിരിക്കുന്നത്. അതിപ്പോൾ എന്തൊരു സ്ട്രിക്റ്റ് റൂൾ കൊണ്ടുവരാൻ നോക്കിയാലും അതിങ്ങനെ ബിൽഡായി ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആയി ബിൽഡായി ലാസ്റ്റ് അതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തുന്നതായിട്ടാണ് സോഷ്യൽ അനാലിസിസ് നമ്മൾ ഹിസ്റ്ററിയിലെ സോഷ്യൽ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എത്ര ഫ്രീഡം അവനവനൊരു എത്ര പേഴ്സണൽ ഫ്രീഡം കൊടുക്കുന്നോ അങ്ങനെയുള്ള സൊസൈറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് മാത്രമാണ് ഒരു നല്ല രീതിയിൽ ഡെവലപ്പ് ആയത് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ഭാരതം എന്നെടുത്ത് നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലായിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാത്ത ഒരു രാജ്യമാണ്. ആർക്ക് എന്ത് വേണമെങ്കിലോ പേഴ്സണൽ ഫ്രീഡത്തിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യമാണ്. അൺലെസ് ആൻഡ് അതർവൈസ് ഒരു ഓർഗനൈസേഷനോ സ്കൂളോ യൂണിവേഴ്സിറ്റിയോ ഒക്കെ സ്പെസിഫൈ ചെയ്യുന്ന
യൂണിഫോംസ് ധരിക്കാനുള്ള ഒരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതർ ദാൻ ദാറ്റ് ഒരാൾക്ക് വന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടുള്ളൂ, നിങ്ങൾ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പാടില്ല എന്നൊന്നും എൻ്റെ അറിവിൽ പറയാനോ വേറൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടപെടാനോ ഉള്ള അധികാരം എൻ്റെ അറിവിലില്ല. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഒരു സ്ത്രീ അങ്ങനെ ഡ്രസ്സ് ചെയ്ത് വന്നതുകൊണ്ടാണ് അവരെ ആളുകൾ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നുള്ള കമൻസ് ഞാൻ കണ്ടു. ഒരിക്കലുമല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിൽ അയാളെ എങ്ങനെയായാലും അത് അങ്ങനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. അല്ലാതെ ഒരാളുടെ ഡ്രസ്സിങ്ങിനനുസരിച്ചിട്ട് അയാളുടെ സ്വന്തം ക്യാരക്ടറിസ്റ്റിക്സ് മാറ്റുകയാണെങ്കിൽ അപ്പോൾ അയാളൊരു പെർവേഴ്സീവ് അല്ലെങ്കിൽ ക്രീപ്പി ബിഹേവിയർ ആണെന്ന് നമുക്കതിനോട് പറയാൻ പറ്റുള്ളൂ, അല്ലേ? ഇപ്പം നമ്മൾ ഒരാളെ കാണുമ്പോൾ അയാളുടെ ഡ്രസ്സിങ്ങിനനുസരിച്ചിട്ടാണോ നമ്മൾ അയാളോട് ബിഹേവ് ചെയ്യുക? അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ക്രീപ്പിനെസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെർവേഴ്സീവ് ബിഹേവിയർ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മളെല്ലാവരോടും മാന്യമായി പെരുമാറുക എന്നുള്ളതാണ് നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ബിഹേവിയർ. സോഷ്യലി ഈവൻ അല്ലെ, ലോസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം നമുക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ ഒരാൾ ഡ്രസ്സ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് അയാളെ പോയിട്ട് ഹേർട്ട് ചെയ്യാനോ അയാളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാനോ ഉള്ള അധികാരം നമുക്ക് ആർക്കുമില്ല, അല്ലേ? ലോസ് ആൻഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ട് ഒരാൾ ഒരു സ്കിംപി ഡ്രസ്സ് ഇട്ട് വന്നതുകൊണ്ട് നമുക്ക് അയാളെ പോയിട്ട് ഇൻസൾട്ട് ചെയ്യാനുള്ള അധികാരമില്ല. അത് അയാളുടെ ചോയ്സാണ്, അയാൾ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളത്. പിന്നെ ഒരു സ്ത്രീ ആൻഡ് ആസ് എ പ്രൊഫഷണൽ ഒരുപാട് സ്ത്രീകളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയ്ക്ക് സ്ത്രീകൾ പ്രത്യേക രീതിയിൽ വസ്ത്രം ധരിച്ചതുകൊണ്ട് ഇൻസൾട്ട് ചെയ്യപ്പെടാതെ ഇരുന്നതായിട്ട് എൻ്റെ അറിവിലില്ല. അതായത് നല്ല ഫുള്ളി കവർ ചെയ്ത സ്ത്രീകളും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, കവർ ചെയ്യാത്ത സ്ത്രീകളും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, യങ് സ്ത്രീകളും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മിഡിൽ ഏജ്ഡ് വിമണും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഓൾഡർ വിമണും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അവരുടെ വസ്ത്രധാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ അവരുടെ ആക്ടിങ് കൊണ്ടാണ് അവരിങ്ങനെ ഇൻസൾട്ട് ചെയ്യപ്പെടുന്നത്. നോ, നമുക്കൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും അവർക്കിഷ്ടമുള്ള രീതിയിൽ സംസാരിക്കാനും ആക്ട് ചെയ്യാനും ഡ്രസ്സിങ് ചെയ്യാനും ഉള്ള ഫ്രീഡം ഉള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. അതിനെ നമ്മൾ ഓരോ വിമണായാലും മെന്നായാലും നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ നോക്കുക. നമുക്കതിനെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള ഹേർട്ട് ചെയ്യാനുള്ള ടൂളായിട്ട് ഒരിക്കലും ഉപയോഗിക്കാതിരിക്കുക. ആൻഡ് മോർ ഓവർ അതിനെ ജസ്റ്റിഫൈ ചെയ്യാണ്. ഓക്കെ, അവരങ്ങനെ ഡ്രസ്സ് ചെയ്തത് കൊണ്ട് അല്ലെങ്കിൽ അവരങ്ങനെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവരെ ഇൻസൾട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ഇൻസൾട്ട് കിട്ടേണ്ടതാണ് ബിക്കോസ് ഓഫ് ഹെർ ഡ്രസ്സിങ്. അവരത് ഡ്രസ്സ് ചെയ്തത് കൊണ്ട് ആരെയും ഹേർട്ടാകുന്നില്ല, അല്ലേ? അവരങ്ങനെ ആക്ട് ചെയ്യുന്നത് കൊണ്ട് ആർക്കും അവരായിട്ട് ഏൽപ്പിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവരുടെ പേഴ്സണൽ സ്പേസിൽ കയറി അവരെ ചീത്ത വിളിക്കുകയും ഇൻസൾട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ അവരെ നമ്മൾ ഹേർട്ട് ചെയ്യുകയാണ്, വിച്ച് ഈസ് നോട്ട് ദ റൈറ്റ് തിങ് ടു ഡു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദയവ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യുക. എസ്പെഷ്യലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഒരു റൈറ്റ് മെസ്സേജ് നമ്മുടെ ആളുകൾക്കിടയിൽ കുറേ കൂടി റൈറ്റ് ഡയറക്ഷനിലുള്ള ചേഞ്ചസ് വരുത്താനായിട്ട് ഉപകരിക്കും. ആൻഡ് എസ്പെഷ്യലി വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് വിമൻസ് ഡേ ആൻഡ് വിമൻ എംപവർമെൻറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ കറക്റ്റായ രീതിയിൽ സമൂഹത്തിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസസ് ആൻഡ് ചേഞ്ചസ് വരുത്താൻ കഴിയും എന്ന് ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യുന്നു. ആസ് ഓൾവേസ് എനിക്കറിയില്ല ഇതൊക്കെ എത്രമാത്രം എഫക്റ്റീവാണ് എഫിഷ്യൻ്റ് ആണെന്ന്. നിങ്ങളുടെ സജഷൻസ് ആൻഡ് കമൻസിൽ കൂടി മാത്രമാണ് എനിക്കത് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഐഡിയാസ് ആൻഡ് കോൺട്രഡിക്ഷൻസ് ഷെയർ ചെയ്യുക ആൻഡ് വി ക്യാൻ ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ ടു മൂവ് ഫോർവേഡ്. So thank you for your time here as always. Until we meet next time, thank you and bye-bye.